ഹായ് ലേണേഴ്സ്, വെൽക്കം ടു സൈറ ലേണിങ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്രസ്സിംഗ് മോഡ്സിന്റെ പാർട്ടിൽ നിന്ന് നെറ്റ് എക്സാമിന് നേരത്തെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, an instruction is stored at location 500 with its address field at location 501. The address field has the value 400. A processor register B contains the number 200. Match the addressing mode given below with effective address for the given instruction. അപ്പോൾ നമുക്ക് ലിസ്റ്റ് 1 കുറച്ച് അഡ്രസ്സിംഗ് മോഡും തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്കൊരു നൊട്ടേഷൻസ് കൊടുക്കാം. സോ ഇവിടെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് അറ്റ് ലൊക്കേഷൻ 500 വിത്ത് ഇറ്റ്സ് അഡ്രസ് ഫീൽഡ് അറ്റ് ലൊക്കേഷൻ 501 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ മെയിൻ മെമ്മറീനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, മെമ്മറീനെ ഈ ഒരു രീതിയിൽ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 500 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 500 ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതായത് ഓപ്കോഡ് പാർട്ടിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡ്രസ് ഫീൽഡ് അറ്റ് ലൊക്കേഷൻ 501 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അഡ്രസ് ഫീൽഡ് വരുന്നത് 501 ഓക്കെ. ദ അഡ്രസ് ഫീൽഡ് ഹാസ് ദ വാല്യൂ 400. ഓക്കെ, ഇവിടെ അഡ്രസ് ഫീൽഡ് ആണ് വരുന്നത്. അഡ്രസ് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 400 ആണ്. ഓക്കെ, സോ 501 400 ഉണ്ട്. ആ പ്രോസസർ രജിസ്റ്റർ ബി കണ്ടെയ്ൻസ് ദി നമ്പർ 200. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റൊരു രജിസ്റ്റർ ഉണ്ട്. സപ്പോസ് ഇവിടെ ബി എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഞാനിവിടെ ആർ എന്നുള്ള പേരിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്ററിൽ 200 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മാച്ച് ദ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, സോ ആദ്യത്തത് ലിസ്റ്റ് 1 ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഇൻസ്ട്രക്ഷനിലെ ഓപ്പ് കോഡ് പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ അഡ്രസ് പാർട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഈ അഡ്രസ് പാർട്ടില് അല്ലെങ്കിൽ ഓപ്പറന്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അഡ്രസ് പാർട്ടിൽ ഡയറക്റ്റ് വാല്യൂ, ഡയറക്റ്റ് ലൊക്കേഷൻ ആണ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് വാല്യൂനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറിയാം ഓപ്പ് കോഡില് ഇവിടെ ഡയറക്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, 501 ആണ്. ഓക്കെ, 501 ഡയറക്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ 501 വാല്യൂ എന്താണ്, 400 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, സോ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയായിരിക്കും വരുന്നത്, 400 ആണ് വരുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ 400 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള അഡ്രസ് പാർട്ടിൽ പോയി നോക്കിയാൽ, അഡ്രസ് പാർട്ടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രജിസ്റ്റർ സെറ്റിൽ ആയിരിക്കും നമ്മൾ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു അഡ്രസ്, എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിൽ അല്ലെങ്കിൽ ആ അഡ്രസ്സിൽ മെമ്മറിയിൽ ആ അഡ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറൻറ്റിനെ ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സോ രജിസ്റ്റർ ഇൻഡയറക്റ്റിന്റെ കേസിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 200 ആയിട്ടാണ് വാല്യൂ തന്നിട്ടുള്ളത്. രജിസ്റ്റർ സെറ്റിൽ 200 ആണ് തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ രജിസ്റ്റർ ഇൻഡയറക്റ്റിന്റെ കേസിൽ ഏതായിരിക്കും വരുന്നത്, നമുക്കിപ്പോ A3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓപ്ഷൻ 1 ആണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെ ബാക്കി ഇതുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഇൻഡയറക്റ്റിന്റെ കേസിൽ അത് 200 മാച്ച് ചെയ്യാം. ഇനി ഇൻഡെക്സ് വിത്ത് R1 ആസ് ദി ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ, ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ നമുക്കറിയാം എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ്. അതായത് കറന്റ്ലി അതിന്റെ അഡ്രസ് ഫീൽഡിലെ വാല്യൂ എന്താണോ അതും ഞാൻ
ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. 500 നമ്മൾ ഓപ്പ് കോഡ് ഇൻസ്ട്രക്ഷൻ പാർട്ട് ആയിരുന്നു. ദെൻ 501 അഡ്രസ് പാർട്ട് ഉണ്ടായിരുന്നു. അഡ്രസ് പാർട്ട് മീൻസ് 400. ദെൻ പിന്നെ രജിസ്റ്ററിൽ 200 വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഡെക്സ് വിത്ത് R1 ഇൻഡെക്സ് രജിസ്റ്റർ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ അവിടെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് effective address is equal to index registerle content of the index register plus address partile value എന്താണോ അതുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡെക്സ് രജിസ്റ്ററിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ രജിസ്റ്ററിലെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻഡെക്സ് വിത്ത് R1 ആസ് ദി ഇൻഡെക്സ് രജിസ്റ്റർ. സപ്പോസ് ഈ പ്രോസസർ രജിസ്റ്റർ ഇതിലുള്ള കണ്ടന്റ് എന്താണോ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ അതും പ്ലസ് അഡ്രസ് പാർട്ടിലെ വാല്യൂ കൂടി. അഡ്രസ് പാർട്ടിൽ കറന്റ് നമുക്കുള്ള വാല്യൂ എന്താണ് 400 ആണ്. സോ 400 പ്ലസ് 200 ആണ് ഇവിടെ കറന്റ് ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ. ഓക്കെ, സോ 600 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, സോ എ 400 പറഞ്ഞു, ബി 200 പറഞ്ഞു, ദെൻ 600, സി 600. ഓക്കെ, ഇനി റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിൽ എങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ് അഡ്രസ് ഇസ് ഈക്വൽ ടു പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് എന്താണോ പ്ലസ് അഡ്രസ് പാർട്ടിലെ വാല്യൂ. ഓക്കെ, സോ അഡ്രസ് പാർട്ടിലെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് 400 ആണ്. ഇനി പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് 502 ആണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 502 ആണ് പ്രോഗ്രാം കൗണ്ടറിൽ വരിക. സോ 902 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി 2നോടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. സോ ഇത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് യൂസ്ഫുൾ ക്രിയേറ്റിംഗ് സെൽഫ് റീലൊക്കേറ്റിംഗ് കോഡ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ഇഫ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ then an additional ALU is required for effective address calculation. Okay, auto increment addressing mode in the case ഒരു എക്സ്ട്രാ ALU ആവശ്യമാണെന്നാണ് പറയുന്നത് effective address calculation വേണ്ടിയിട്ട്. Then in auto increment addressing mode the amount of increment depends on the size of the data item accessed. Okay, ആക്സസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഐറ്റത്തിന്റെ സൈസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ ഇൻക്രിമെന്റ് നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് യൂസ്ഫുൾ ഫോർ ക്രിയേറ്റിംഗ് സെൽഫ് റീലൊക്കേറ്റിംഗ് കോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് യൂസ്ഫുൾ ഫോർ ആക്സസിങ് സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചർ ലൈക്ക് അരേ അതുപോലെ തന്നെ സ്ട്രിങ് അതിനൊക്കെ ആക്സസ് ചെയ്യുന്നതിലാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സെൽഫ് റീലൊക്കേറ്റിംഗ് കോഡിന്റെ കേസിൽ അത് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനാണ്. ഓക്കെ, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ അതിന്റെ പിന്നെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിന്റെയും അതുപോലെ തന്നെ പിന്നെ അഡ്രസ് പാർട്ട് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഓഫ്സെറ്റ് വാല്യൂ കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സെൽഫ് റീലൊക്കേറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കോഡാണ് സെൽഫ് റീലൊക്കേറ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. സോ ഇത് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനാണ് കൂടുതൽ സ്യൂട്ട് ആയിട്ടുള്ളത്. ഇതിൽ സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള അരേ അതുപോലെ തന്നെ സ്ട്രിങ്ങിനൊക്കെ ആക്സസ് ചെയ്യാനാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് വരുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇഫ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ദെൻ ആൻ അഡീഷണൽ ALU ഈസ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ. ഓക്കെ, ഇവിടെ എക്സ്ട്രാ ALU ആവശ്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ അതൊരു അതിന്റെ ഓപ്പറന്റ് പാർട്ടിനെ തന്നെ ഇംപ്ലൈഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് എക്സ്ട്രാ ALUവിന്റെ ഒരു ആവശ്യം വരുന്നില്ല എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ദെൻ
If in an auto increment addressing mode, the amount of increment depends on the size of the data item accessed. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് പഠിക്കുന്ന സമയത്ത് തന്നെ പറയുന്നതാണ് അതിന്റെ ഡാറ്റ ഐറ്റം ആക്സസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഐറ്റം എന്താണോ, ഇഫ് 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ഇൻക്രിമെന്റ് ചെയ്യും, 16 ബിറ്റ് 2 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ഇൻക്രിമെന്റ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ വരുന്നത്. സോ ഓപ്ഷൻ 3, അതായത് സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ബാക്കി രണ്ടും ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ദെൻ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 അഡ്രസ്സിംഗ് മോഡും അതുപോലെ തന്നെ ലിസ്റ്റ് 2 അതിന് ഇൻസ്ട്രക്ഷന്റെ എക്സാമ്പിൾസും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്, പിന്നെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് വരുന്നുണ്ട്, ദെൻ രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. അപ്പൊ ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെമ്മറി ലൊക്കേഷന് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്രസ് പാർട്ടിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഏതാണ്, മെമ്മറി ലൊക്കേഷൻ തന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഈ STA അതുപോലെ തന്നെ ഇതുമാണ്. ഓക്കെ, ഇവിടെ ഇത് ആക്ച്വലി ഒരു ഓപ്പറന്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്, എക്സാക്ട് ഒരു വാല്യൂ ആണ്. ഇത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഡയറക്റ്റ് അഡ്രസ്സിങ് ഓപ്ഷൻ മൂന്നാമത്തതിനായിട്ടാണ് മാച്ചിങ് ആയിട്ട് വരിക. ഓക്കെ, അതായത് ഇവിടെ ഒരു FFFH എന്ന് പറയുന്നത് ഓപ്പറന്റ് ഈസ് മെമ്മറി അഡ്രസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന്റെ കേസിൽ എന്താണ്, ഓപ്പറന്റ് ഈസ് രജിസ്റ്റർ വിച്ച് ഹോൾഡ് ദി മെമ്മറി അഡ്രസ്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് തരുന്നത്. സോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന്റെ കേസിൽ ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് തരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ 4 ആയിരിക്കും മാച്ചിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രജിസ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ മൂവ് B എന്ന് പറയുന്നതാണ്. സോ 2 മാച്ച് ചെയ്യാം. ആൻഡ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിന്റെ കേസിൽ മൂവ് ഇമ്മീഡിയറ്റ്ലി ഒരു എന്ന് പറയുന്ന ക്യുമുലേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂനെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ FFH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതുകൊണ്ട് അതെന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, A3. നമുക്ക് ആദ്യത്തെ ഈ ഒരു ഇത് മാച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബാക്കി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എപ്പോഴും നമുക്ക് ഇത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അഡ്രസ്സിംഗ് മോഡ്സ്. സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഓരോന്നും കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ലെസ് നമ്പർ ഓഫ് മെമ്മറി റെഫറൻസ് റിക്വയർഡ്. ഏതെല്ലാം അഡ്രസ്സിംഗ് മോഡിലാണ് കുറച്ച് മെമ്മറി റെഫറൻസ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തത് നോക്കുക, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ അതിന് മെമ്മറി റെഫറൻസ് ആവശ്യമാകാം, അല്ലാതിരിക്കാം. ഓക്കെ, ചില കേസിൽ അതിന് മെമ്മറി റെഫറൻസിന് ആവശ്യം വരും, മറ്റു ചില ടൈമിൽ അതിന്റെ ആവശ്യം വരൂല. ഓക്കെ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്റെ കേസിലാണ് അവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുക്കും. ഓക്കെ, ദെൻ ഇംപ്ലൈഡ് അഡ്രസ് മോഡിന്റെ കേസിലാണെങ്കിലോ അവിടെ ഒരിക്കലും മെമ്മറി റെഫറൻസ് ആവശ്യമില്ല, കാരണം അത് ഇംപ്ലിസിറ്റ് ആയിട്ട് ഇപ്പോൾ CLA എന്നൊക്കെ പറയുന്നതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിന് വരുന്നത്. ഓക്കെ, അവിടെ ഒരിക്കലും ഓപ്പറന്റിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിന് എന്തിന്റെ ആവശ്യമില്ല, മെമ്മറി റെഫറൻസിന്റെ ആവശ്യമില്ല. ഇവിടെ ചിലപ്പോ 50-50 ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റിന്റെ കേസിൽ. ദെൻ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെങ്കിലോ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ അവിടെ വരുന്നത് രജിസ്റ്റർ ആണ്, മെമ്മറി റെഫറൻസ് ഇവിടെയും ആവശ്യം വരുന്നില്ല. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ആവശ്യമുണ്ട്, അവിടെ മെമ്മറി റെഫറൻസ് അതിന്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്ന 2 ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇംപ്ലൈഡ് ആവാം അല്ലെങ്കിൽ രജിസ്റ്റർ ആവാം. ഓക്കെ,
സോ ഇത് 2 or 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻസർ കീയിൽ നമുക്ക് ഈ 2 ഓപ്ഷൻസ് കൊടുത്താലും കറക്റ്റ് ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യന്, in this case of a zero address instruction method, the operands are stored in registers, accumulators, push down stack, cache. Okay, അതായത് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷന്റെ കേസിൽ ഓപ്പറൻസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്താണ്. ഓപ്ഷൻ 3 പുഷ് ഡൗൺ സ്റ്റാക്കിലാണ് വരുന്നത്. ഓക്കെ, സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാക്ക് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് കൂടി നമ്മൾ പറയും. ദാറ്റ് മീൻസ് ദ ഓപ്പറൻസ് ആർ ഇംപ്ലിസിറ്റ്ലി ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റാക്ക് ബേസ്ഡ് അഡ്രസ്സിങ്ങിന്റെ കേസിൽ അറിയാം, മനസ്സിലാക്കാൻ പറ്റും എന്താണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലാണ് ഓപ്പറൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ടു സ്പെസിഫൈ ഓപ്പറന്റ് അഡ്രസ്സസ് in the instruction itself. Then operations are performed on the topmost elements of the stack and the result is pushed back onto the stack. നമുക്കറിയാം സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ വരുന്ന സമയത്ത് ആ ഡാറ്റ സ്ട്രക്ചറിൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലാണ് ഓപ്പറേഷൻസ്, പുഷ് ആണെങ്കിലും പോപ്പ് ആണെന്നുണ്ടെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ടോപ്പിലാണ്. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ മെത്തേഡിൽ ഓപ്പറൻസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പുഷ് ഡൗൺ സ്റ്റാക്കിലാണ് എന്ന് പറയാം. സോ എത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓരോന്നും ഓരോ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് ഒന്ന് നോക്കി പോവുക. അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എനിവേ മറ്റൊരു കണ്ടന്റുമായിട്ട് വേറെ വീഡിയോയിൽ വരാം. താങ്ക് യു.